ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കിട്ടുന്ന പോലത്തെ ചിക്കൻ ഫ്രൈ അല്ല, കുറച്ച് ഡിഫറെൻറ്റ്. എന്നാൽ സെയിം ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഇതിനകത്ത് ഒരു ഇച്ചിരി ഗ്രേവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എന്നാ ഉള്ളിയോ ടൊമാറ്റോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാതെ ഒരു നല്ലൊരു ഡ്രൈ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതായത് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പ് ഫ്രൈ ആയിരിക്കും, അതേപോലെ അതിൻ്റെ ആ പൊടിയെല്ലാം കാണും. പക്ഷേ ഇത് അങ്ങനത്തെ ഒന്നുമല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ. ഇതിന് വേണമെങ്കിൽ ഒരു പേരൊക്കെ ചിക്കൻ മെജസ്റ്റിക് എന്നൊക്കെ ചുമ്മാ പേരിടാം കേട്ടോ. അതല്ലാതെ ഇത് ബേസിക്ക് നോക്കുകയാണെങ്കിൽ ഒരു സാധാ ഒരു ചിക്കൻ ഫ്രൈ ആകുന്നു, അത്രേ ഉള്ളൂ. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇത് ബോൺലെസ് ചിക്കൻ ആണ്. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കോൺഫ്ലവർ, പിന്നെ ഇച്ചിരി മൈദ, മുട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, സോയാ സോസ്, ഉപ്പ്, ഇച്ചിരി പച്ചമുളക്, പിന്നെ ഇച്ചിരി തൈര്. ഇത്രയും സാധനമാണ് വേണ്ടേ. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഏറ്റവും സമയം പോകുന്ന ഒരു പരിപാടിയായത് എണ്ണ ചൂടാവുന്നത്. അതുകൊണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെച്ചേച്ച് കോൺഫ്ലവറിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെയിം ആണ്, ഈക്വലാണ്. പിന്നെ വേണ്ടത് ഒരു മുട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതെല്ലാം ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കുറച്ച് മസാല, പിന്നെ അല്ലാതെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമുക്കത് പ്രത്യേകം ഇടണം. പിന്നെ കുറച്ച് കുരുമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, എല്ലാം ഇച്ചിരി ഇച്ചിരി മതി. പിന്നെ ഒരു സ്പൂൺ തൈര്. ഇതിനെല്ലാമായിട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു വെക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ചിക്കന് ശരിക്കും പറഞ്ഞാൽ ചിക്കനകത്തോട്ട് ഇപ്പം നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ അരപ്പ് വേവിക്കാനാണെങ്കിൽ പൊടി മാത്രം അങ്ങ് ചേർത്താൽ മതി. അതല്ല നമുക്ക് ഈ എന്നാ പറയുക ഗ്രേവിയോടുകൂടി ചേർക്കാനാണ്, വറുത്തൊക്കെ എടുക്കാനാണെങ്കിൽ ഇത് കുറച്ച് നേരം ഈ ഒരു സാധനം തന്നെ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 30 മിനിറ്റേലും ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഇറച്ചിക്കകത്തോട്ട് എന്നതേലും ഒക്കെ ഒന്ന് പിടിക്കും. പക്ഷെ പെട്ടെന്ന് ചെയ്യുവാന്നേലും ഒന്നും പിടിക്കുവേലേ. അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ പൊടി മാത്രം ഇട്ട് ഇറച്ചി വേവിച്ച് വയ്ക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഇട്ട് വറുത്തെടുക്കുക. അതല്ല അങ്ങനെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് മിനിമം 30 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് അധികം നേരം സമയമില്ല ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അന്നേരം എന്നാ ചെയ്യാൻ പോവാ, ഞാൻ നല്ലോണം അതിനെ അങ്ങോട്ട് ആ മാരിനേഷൻ തേച്ച് പിടിപ്പിച്ച് വെച്ച് നമ്മളിപ്പോൾ തന്നെ വറക്കുക. വറുത്തേച്ച് ഗ്രേവി ഉണ്ടാക്കുകയല്ലേ, ആ സമയം നമുക്ക് കുറച്ച് നേരം ഗ്രേവിക്കകത്തോട്ട് വെക്കാം. അപ്പോൾ ഇറച്ചിയിലെല്ലാം പിടിക്കും. ഇതിനെ കുറച്ച് ഹൈ ഫ്ലെയിമേ വെച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി വേവിച്ചിട്ടില്ല, വേവിക്കാൻ സമയമെടുക്കും, വേവാനും സമയമെടുക്കും, വേവിക്കാനും സമയമെടുക്കും. ഞാൻ എന്താ നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആണെന്ന് ചോദിച്ചാൽ അത്ര ഒന്നുമില്ല, കുറച്ച് ഫ്രൈ ആയിട്ടുള്ളൂ. ഈ എണ്ണ ചൂടായി കിടക്കുക. പക്ഷേ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അതായത് നമ്മൾ കുറച്ചൊരു 1/2 സ്പൂണോളം ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു, അത് പോരാ. ചിക്കൻ എപ്പോഴും 1 കിലോയ്ക്ക് 1.5 സ്പൂൺ തന്നെ വേണം. അപ്പോൾ അതൊന്ന് ഞാൻ ഇടുക. അന്നേരം എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇത് ഇച്ചിരി പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇച്ചിരി ദൂരോട്ട് നിന്നേച്ചിട്ടാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി പച്ചമുളക്,
കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവ് കണക്കാക്കി മുളക് പൊടി ഇട്ടേച്ചാൽ മതി. മസാല, കുറച്ച് കുരുമുളക്. ഇത് പെട്ടെന്നാവേ, എണ്ണ അങ്ങ് പെട്ടെന്ന് തെളിയും. അന്നേച്ച് ഇതിനകത്തോട്ട് 1.5 സ്പൂൺ തൈര് ഒഴിച്ചോളൂ. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അളവ് തെറ്റി പറയുന്നത് എന്നാണെന്നറിയോ, നമ്മൾ ഒഴിക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിന് എന്തോരം വേണം എന്നുള്ളത്. എനിക്ക് ഇത്ര സ്പൂൺ ഒഴിക്കണം, ഇത്ര സ്പൂൺ ഒഴിക്കണ്ട എന്നൊന്നും പറഞ്ഞു തരാൻ അറിയാൻ മേല. പക്ഷേ എന്നാൽ നമ്മൾ ഈ ഒഴിക്കുമ്പോഴത്തേക്ക് അറിയാൻ നോക്കും അത് ഇത്രയും പോരാ, ഇച്ചിരി കൂടെ വേണമെന്നേ. ആ കണക്കാണ് എനിക്കറിയാവുന്നത്. ഇതിനകത്തോട്ട് ഒരു സ്പൂൺ സോയാ സോസ് മതി. അഥവാ പുളിയൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി. നമ്മൾ തൈര് ചേർക്കല്ലേ. ഇതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ, ഇത് ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് കുറച്ച് മസാല ആക്കിയാൽ മതി. അതല്ല നല്ലോണം ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി മസാല ആക്കി എടുക്കാം. ഇതിനകത്ത് നമ്മൾ ഇത്രയും നേരമായിട്ട് ഇച്ചിരി ഉപ്പേ ചേർത്തിട്ടുള്ളൂ. പക്ഷെ കുറച്ച് ഉപ്പും കൂടെ ഇതിന് വേണം. മാത്രമല്ല ഇതൊരു സെമി ഗ്രേവി ആക്കാനായിട്ട് അത് നമ്മുടെ ചിക്കൻ ആ വറുത്തെടുക്കുമ്പം വന്ന ഒരു ഇതേ ഉള്ളൂ. ഇച്ചിരി കൂടി ഒന്ന് ആ മസാലയും ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കണ്ടേ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് ചെറിയ സിമ്മേൽ ഇച്ചിരി ഒന്ന് എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. ആദ്യമേ അത് വരും, പക്ഷേ എന്നാലും ഒരു ഇച്ചിരി സമയം കൂടെ ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നവരെ ആ ചിക്കനകത്തോട്ടും മസാല എല്ലാം പിടിക്കുന്നിടം വരെ ഇച്ചിരി നേരം അടച്ചിടണം. ഇത് പോയിട്ട് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിടുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. കടുക് വറുക്കരുത്. കടുക് വറുത്താൽ പിന്നെ അതിൻ്റെ ഈ ഉണ്ടാക്കിയ ആ ടേസ്റ്റ് അങ്ങ് മാറും. പിന്നെ മസാല വേണം, ഇച്ചിരി കൂടെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഗ്രേവി, അതായത് ഈ പൊടിയെല്ലാം ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് എണ്ണ തെളിയിച്ചെടുത്ത് തൈരും എല്ലാം ചേർത്തതിന് ശേഷം ഈ ചിക്കൻ ചേർക്കുക. പക്ഷേ ചിലർക്കുണ്ടല്ലോ ഗ്രേവി കൂട്ടാനായിട്ട് എന്നാ ചെയ്യുമെന്നറിയാവോ, ഈ ഉള്ളതെല്ലാം കൂടെ വാരി ചേർക്കുക. അതായത് നമ്മുടെ ചിക്കനേക്കാട്ടിലും ഇരട്ടി ഗ്രേവിയായി മാറും. അപ്പോൾ ആ ടേസ്റ്റ് അങ്ങ് മൊത്തം പോവേ. അങ്ങനെ മിക്ക കറികൾക്ക് നമുക്ക് ആ ഫെയിലിയർ ഉണ്ടാവുന്നത്. പക്ഷേ ഇതിന് ഇത്രയും മതി. ഇതൊരു ഡ്രൈ ആണ്. അതല്ല നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പോലെ തന്നെ ചെയ്യാം. ഇനി ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക. ആ ഊറിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്ത് തന്നെ ചിക്കൻ ഒന്നുകൂടെ വെന്ത് ആ മസാലയൊക്കെ പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഗ്രേവി ആണോ ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. ബിക്കോസ് അത് ഡ്രൈയും ആക്കാം. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം.